ഹലോ 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 എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരുപാട് കൺഫ്യൂഷനിലായിരിക്കും എന്തെല്ലാം ഐറ്റംസ് ഓർ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഫോർ സ്റ്റഡീസ് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഡൗട്ടിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പം ഞാൻ ഇന്നിവിടെ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. So it's me Anushree Rajan, fourth year MBBS student studying in Tashkent Medical Academy, and let's get into it. First of all, important ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യം ഉണ്ടാവും. കാരണം യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ അതുപോലെ വിഡ്രോ ചെയ്യാനൊക്കെ ഇൻ്റർനാഷണൽ വിസ ഓർ ഇൻ്റർനാഷണൽ മാസ്റ്റർ കാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മെഡിസിൻസ്, ലൈക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും അലർജിക് പേഷ്യൻറ്റോ അല്ലെങ്കിൽ സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് നോർമലി ഉണ്ടാകുന്ന ലൈക്ക് ഫീവർ, ഫ്ലൂ അതുപോലത്തെ അസുഖത്തിന് വേണ്ട ടാബ്ലറ്റ്സ് ലൈക്ക് പാരസെറ്റാമോൾ, ഡോളോ ഓർ അസിത്രോമൈസിൻ, അങ്ങനെ കുറച്ച് ആൻറ്റിബയോട്ടിക്സ്, കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്കുള്ള മെഡിസിൻസ്, അങ്ങനെ നമുക്ക് നോർമലി വേണ്ട മെഡിസിൻസൊക്കെ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കിപ്പം അവിടെ എത്തി പെട്ടെന്ന് തന്നെ പോയി എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി മേടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അതും മാക്സിമം മെഡിസിൻസ് കൊണ്ടുവരിക. അതുപോലെ മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഓർ ബിൽ, ആ മെഡിസിൻ മേടിച്ചതിൻ്റെ ബിൽ ഓർ ഡോക്ടറിനെ കാണിച്ചിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കരുതുക. ബിക്കോസ് അത് മേ ബി എയർപോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആയുർവേദിക് മെഡിസിൻ ആണ് കൊണ്ടുവരുന്നെങ്കിൽ ആ മെഡിസിൻ്റെ ബില്ല് കയ്യിൽ കരുതാൻ ശ്രമിക്കുക. എങ്കിൽ സപ്ലിമെൻറ്റ് ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. ലൈക്ക് ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഫിഷ് ഐറ്റംസ് അങ്ങനെ സുലഭമായിട്ട് കിട്ടാത്തൊരു കാര്യമാണ്. അപ്പം ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവരിക. ബിക്കോസ് എല്ലാ സ്ഥലത്തും പ്ലഗ് പോയിൻറ്റ്സ് സെയിം ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ പവർ ബാങ്ക്, പിന്നെ ഗേൾസ് ബോയ്സ് ആണെങ്കിൽ ട്രിമ്മേഴ്സ് കൊണ്ടുവരാം. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസ്, മേ ബി ലാപ്ടോപ്പ്, ഐപാഡ്, ഫോൺ, ഇതിൻ്റെ എല്ലാം ചാർജർ, അതുപോലെ കേബിൾ വയർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഇയർഫോൺസ്, ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതെടുക്കുക. നെക്സ്റ്റ് ഫുഡ് ആൻഡ് സ്പൈസ്. അപ്പോൾ ഫുഡ് ആൻഡ് സ്പൈസിൽ മാക്സിമം മസാലകളൊക്കെ കൊണ്ടുവരിക. ലൈക്ക് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, അതുപോലെ ഗരം മസാല, ഫിഷ് മസാല, ചിക്കൻ മസാല, അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരിക. കാരണം ഇത് നമുക്ക് കിട്ടും, പക്ഷെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ ഇൻസ്റ്റൻറ്റ് ഫുഡ് പാക്കറ്റ്സ്, അതുപോലെ പിക്കിൾസ്, സ്നാക്ക് ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാമാണോ ഇഷ്ടം അതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ആ ഒരു ഫ്ലേവറിൽ കിട്ടണമെന്നില്ല. ഇനി സെൽഫ് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഇത് മെയിനായിട്ട് വരിക. അവിടെ മെസ്സ് ഉണ്ട്. മെസ്സ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. ബട്ട് എന്നാലും കയ്യിൽ കരുതുക. ഇൻ കേസ് നിങ്ങൾ മെസ്സിലെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഫുഡിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ചില യൂട്ടൻസിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം കുക്കർ കൊണ്ടുവരിക. ബിക്കോസ് കുക്കർ നമുക്ക് അവിടെ കിട്ടില്ല. പ്രഷർ കുക്കർ കൊണ്ടുവരിക. ഒരു 5 to 3 ലിറ്റർ ആ ഒരു ഇതിലുള്ള പ്രഷർ കുക്കർ കൊണ്ടുവന്നാൽ മതിയാവും. പിന്നെ റൈസ് കുക്കർ, ലൈക്ക് ഇലക്ട്രിക് റൈസ് കുക്കർ കൊണ്ടുവരിക. കാരണം അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അതുപോലെ പറ്റുകയാണെങ്കിൽ ഒരു കെറ്റിൽ കൊണ്ടുവരിക. അതുപോലെ നിങ്ങൾ സ്മൂത്തി ഷേക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജ്യൂസർ, അതുപോലെ മിക്സി, അങ്ങനെ ചെറിയ മിക്സിയൊക്കെ കിട്ടുമല്ലോ, അത് മേടിക്കാൻ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ വിൻ്ററാണ് കൂടുതലുള്ളത് റാദർ ദാൻ സമ്മർ. വിൻ്റർ കൂടുതലാണ്. അപ്പം വിൻ്ററിന് പറ്റിയ ക്ലോത്ത്സ് മേടിക്കാൻ ശ്രമിക്കുക. ലൈക്ക് കാർഡിഗൻ, അല്ലെ സ്വെറ്റർ, കുറച്ച് തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള ഡ്രസ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം വിൻ്റർ ഡിസംബറൊക്കെ ആകുമ്പോൾ ഒരു -16, -20 വരെ ക്ലൈമറ്റ് പോകാറുണ്ട്. അപ്പം ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് കുറച്ച് വിൻ്റർ വെയർസ് കുറച്ച് അധികം കൊണ്ടുവരിക. ജീൻസ്, അതുപോലെ ടോപ്സ്, അതുപോലെ സ്വെറ്റർ, അങ്ങനെ കൊണ്ടുവരിക. പിന്നെ ഫസ്റ്റ് തന്നെ വരുമ്പം ഒരു നോർമൽ ബൂട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബൂട്ട്, അതുപോലെ ഒരു നോർമൽ ജാക്കറ്റ്. നോർമൽ മതി. കാരണം നമുക്ക് എന്തായാലും വിൻ്റർ ജാക്കറ്റ് ഉസ്ബെക്കിസ്ഥാനിൽ വന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടുത്തെ ക്ലൈമറ്റിന് സ്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഒരു നോർമൽ ജാക്കറ്റ് എടുക്കുക, ഒരു ബൂട്ട് എടുക്കുക, ഒരു മഫ്ലർ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഒരു ക്യാപ്പ്. പിന്നെ തെർമൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ ഡ്രസ്സ്, സോക്സും കയ്യിൽ കരുതാൻ ശ്രമിക്കുക. പിന്നെ സമ്മർ ഉണ്ടാവും. സമ്മർ അറൗണ്ട് ഒരു
മെയ് ജൂൺ ഓർ ഏപ്രിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് പറ്റിയ കോട്ടൺ ഡ്രസ്സ് ലൈക്ക് കുർത്താസ് ഓർ അങ്ങനെ എന്തെങ്കിലും കോട്ടൺ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സസും നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ട്രഡീഷണൽ വെയേഴ്സ് കൊണ്ടുവരിക. ലൈക്ക് ഇന്ത്യൻസിന് ചിലപ്പം ചില ദീപാവലി അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിക്കുക. ഇപ്പോൾ സാരിയും ബോയ്സ് ആണെങ്കിൽ മുണ്ട്, അങ്ങനെ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് യൂണിവേഴ്സിറ്റി പർപ്പസിന് വേണ്ടത് വൈറ്റ് കോട്ട്, വൈറ്റ് ആപ്രൺസ് വേണം. അതൊരു 2 എണ്ണം കൊണ്ടുവരിക. കാരണം ഡെയിലി നമ്മൾ ആപ്രൺ ഇട്ടിട്ടാണ് ക്ലാസ്സിൽ പോവുക. അതുപോലെ സ്ക്രബ്സ് വേണം. ക്ലിനിക്കലിൽ പോകുമ്പോൾ നമുക്ക് സ്ക്രബ്സ് ആവശ്യമായിട്ട് വരും. ഈ 2 സാധനങ്ങളും മറക്കാതെ കൊണ്ടുവരിക, വൈറ്റ് കോട്ട് ആൻഡ് സ്ക്രബ്. കാരണം നിങ്ങൾ അവിടുന്ന് മേടിക്കുകയാണെങ്കിലും മേ ബി നിങ്ങളുടെ സൈസിൽ കിട്ടാമെന്നില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ആക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ പിന്നെ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഒരു ബെഡ്ഷീറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആക്സസറീസ് വരുമ്പോൾ ബെൽറ്റ് കൊണ്ടുവരിക, സൺഗ്ലാസ്, വാച്ച്, അതുപോലെ നിങ്ങളിടുന്ന ജ്വല്ലറീസ്, പെർഫ്യൂംസ്, ലൈക്ക് ഹെയർ ഓയിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഉണ്ട് അത്. പിന്നെ കണ്ടീഷണർ, ഷാമ്പൂ ഒക്കെ നമുക്ക് ലൈക്ക് ഇൻ കേസ് ലഗേജിൽ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ മസ്റ്റ് ഐറ്റം. അതുപോലെ ഫേസ് വാഷ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന കോംബ്, നെയിൽ കട്ടർ, സൺസ്ക്രീൻ, അംബ്രല്ല, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ മേടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എസെൻഷ്യൽ തിങ്സിൽ സ്റ്റെത്ത് വേണം, വൈറ്റ് കോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ക്രബ്സും നേരത്തെ പറഞ്ഞു. പിന്നെ ബുക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട്സ്, നമ്മളിപ്പോൾ മെയിൻലി ഇന്ത്യയിൽ ഒന്നിക്ക് പ്ലെയിൻ അല്ലെങ്കിൽ റൂൾഡ് നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ മെയിനായിട്ട് ഗ്രിഡ് ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ് കിട്ടുക. അപ്പം അതും നല്ല ക്വാളിറ്റിയിലുള്ള നോട്ട്സൊക്കെ വേണമെങ്കിൽ അത് കുറച്ച് അധികം പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നോട്ട്സ് നാട്ടിൽ നിന്ന് തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ഈ MBBS സബ്ജക്റ്റ് എല്ലാം അറ്റ് ദ എൻഡ് അതുപോലെ ലൈഫ് ലോങ് വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതിയത് അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു നോട്ടാണെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയുക ഓരോ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി നോട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഓക്കെ, നമ്മൾ ക്ലിനിക്കലിൽ പോകുമ്പോൾ നമുക്ക് ചേഞ്ചിങ് ഷൂ വേണം. ലൈക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഷൂ ഇട്ടിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പറ്റില്ല. അപ്പം ചേഞ്ചിങ് ഷൂ ഇട്ടിട്ട് സ്ക്രബ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കയറുക. അപ്പോൾ അതിന് പറ്റിയൊരു ചേഞ്ചിങ് ഷൂ കൊണ്ടുവരിക. മേ ബി യു ക്യാൻ യൂസ് ക്രോക്സ് അല്ലെങ്കിൽ ഒരു നോർമൽ ചപ്പൽ. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുക, വേറെ എവിടെയും അത് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടൊരു നോർമൽ ക്രോക്സ് ഓർ അങ്ങനത്തെ ഒരു ടൈപ്പ് ഷൂ കയ്യിൽ കരുതുക. അതുപോലെ യൂണിവേഴ്സിറ്റിക്ക് ലൈക്ക് ഒരു ഡ്രസ് കോഡ് എന്ന് അവർ പറഞ്ഞു, ബട്ട് അത് കമ്പൽസറി അല്ല. എങ്കിലും മാക്സിമം ഒരു 2 പെയർ ഓഫ് വൈറ്റ് കളർ ഷർട്ടോ അല്ലെങ്കിൽ വൈറ്റ് ടീഷർട്ട്, അതും ഒരു ബ്ലാക്ക് ജീൻസും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ആക്ച്വലി ഒരു ഡ്രസ് കോഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് കമ്പൽസറി. എന്നാലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ഫോർമൽ ഡ്രസ്സ് ഇനി യൂണിവേഴ്സിറ്റി മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോർമൽ വേണമെങ്കിൽ കയ്യിൽ കരുതാവുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് ഓർ ടോട്ട് ബാഗ് ഓർ സ്കൂൾ ബാഗ്, ബാക്ക് പാക്ക് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഒരു മസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഇത്രയും ബുക്സ് MBBSൻ്റെ ഒരുപാട് ബുക്സ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ബിരി ചൗരസ്യ, ഗ്രേസ് അനാട്ടമി, അതുപോലെ ഹാരിസൺസ്. അപ്പോൾ ഇത്രയും ബുക്സ് നമുക്ക് ബുക്ക് തന്നെ ആയിട്ട് മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും PDF ഫയൽ വെച്ചിട്ടാണ് അത് പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒപ്പീനിയനിൽ it will be better if you are having a tablet or iPad or laptop. If you are okay with that, laptop is also good. But എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ ഒപ്പീനിയനിൽ iPad ഓർ ടാബ്ലറ്റ് ആയിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്ത് കൊണ്ടുപോകാനും ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റിൽ നോട്ട്സ് എഴുതാം. അപ്പം അങ്ങനെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് iPad ഓർ ടാബ്ലറ്റ് ഓർ ലാപ്ടോപ്പ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുവരിക. കാരണം നിങ്ങൾക്ക് ഒരുപാട് PDF ഫയൽസ് പഠിക്കാനും ബുക്സൊക്കെ PDF ആയിട്ടായിരിക്കും വരിക. അപ്പം അതിന് ഏറ്റവും ഉപകാരം iPad പോലത്തെ സാധനങ്ങളായിരിക്കും. ഫോണിൽ നോക്കി പഠിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഐക്ക് ഒരുപാട് സ്ട്രെയിൻ, അങ്ങനെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അതൊരു മസ്റ്റായിട്ടാണ്. നെക്സ്റ്റ് ലഗേജ് ആൻഡ് ബാഗ്സിൽ വരുമ്പോൾ ഓരോ എയർലൈൻസ് അനുസരിച്ച് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ലൈക്ക് സംടൈംസ് 30 kg ലഗേജ് ഉണ്ടാവും, 23 ഉണ്ടാവും, അതുപോലെ 10 ഹാൻഡ് ബാഗ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക, അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്യുക. പിന്നെ മാക്സിമം നല്ല ക്വാളിറ്റി ലഗേജ് ബാഗ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 6 years നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ ബാക്ക് ടു ഇന്ത്യ ട്രാവൽ ചെയ്യാനുള്ളതായിരിക്കും. അപ്പം ബെറ്റർ അത് നല്ല ഒരു ലഗേജ് മേടിക്കുന്നത് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ഇത്രയും വർഷം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി ബാഗ്സ് മേടിക്കാൻ ശ്രമിക്കുക.
പിന്നെ അതിൽ മെയിനായിട്ട് നെയിം ടാഗും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക. കാരണം ഇപ്പം നിങ്ങൾ ബ്ലാക്കാണ് എടുക്കുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒരേ ടൈമിലായിരിക്കും വരിക. അപ്പം നിങ്ങളുടെ ബാഗ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടികൾ ഒരേ ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാഗ് മാറിപ്പോകുന്ന ഇഷ്യൂസ് അധികം നടക്കാറുണ്ട്. അതുകൊണ്ട് അതിലൊരു നെയിം ടാഗ് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും. അപ്പം അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കാരണം എനിക്കറിയാം, ഈവൻ ഞാൻ ഫസ്റ്റ് ഇയർ ആയ സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്തെല്ലാം ഐറ്റംസ് കൊണ്ടുവരണം എന്നുള്ളതിൽ. അപ്പം ഏകദേശം ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. ഞാനത് കണ്ടാൽ ഉറപ്പായിട്ട് റിപ്ലൈ തരും. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ ബൈ. അതുപോലെ നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്പെയർ ആയിട്ട് ഒരു സ്പെക്സ് കൂടി കയ്യിൽ കരുതുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.